ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ച വാഴയ്ക്കയും തക്കാളിയും ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഒക്കെ എടുത്ത് വെച്ചു, വാഴയ്ക്ക ചെത്തി അരിഞ്ഞ് കുക്കറിനകത്തേക്ക് ഇട്ട് കരിവേപ്പില ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് അരപ്പ് തയ്യാറാക്കണം. തേങ്ങ, മഞ്ഞൾ, ചെറിയ ജീരകം, ശകലം മുളകും പൊടി അത് മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചേക്കുന്ന ഈ പച്ചക്കറി വെന്തിട്ടുണ്ട് കേട്ടോ, തക്കാളിയും വാഴയ്ക്കയും കൂടി. ഇനി നമുക്ക് ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വാഴയ്ക്കയും തക്കാളിയും കൂടി കറി വെച്ച് ശകലം മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ചോറുണ്ണാനായിട്ട്. ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വത്തൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വാഴയ്ക്ക തക്കാളിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോറിനുണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാനായിട്ട്. നല്ല പുളിപ്പൊക്കെ, ചെറിയ പുളിയെല്ലാം ഉണ്ടാവും. ഒരു ശകലം ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി.